കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗഭരിതവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതത്തിലേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 96 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ 97ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ എന്താ ചിന്തിച്ചത്? ദൈവം മാറാത്തവൻ, ദൈവവചനം മാറാത്തത്. പിന്നീട് നമ്മൾ ചിന്തിച്ചു ഒരു വിശുദ്ധ ദിവസം, ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം ഏതാണ്? ഇന്നത്തെ എപ്പിസോഡില് നാം ചിന്തിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബദാണെന്ന് തിരുവചനം പറയുമ്പോൾ അതനുസരിക്കാതിരിക്കുവാൻ ആളുകൾ ധാരാളം ന്യായവാദങ്ങൾ പറയാറുണ്ട്. അതിൽ ഒരു ന്യായവാദം ഇപ്രകാരമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20ാം അധ്യായം 7ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ആഴ്ചവട്ടത്തിന്റെ 1ാം ദിവസമായ ഞായറാഴ്ചയാണെന്ന് പഠിപ്പിക്കുന്നവർ ധാരാളം ഇന്നത്തെ ലോകത്തിലുണ്ട്. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം, എന്താണ് അതിനുള്ള മറുപടി? തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് എന്താണ്, പുതിയ നിയമത്തിൽ ശബ്ദമുണ്ടോ? ഉണ്ട് എന്നാണ് അല്ലെ. ചില ആളുകൾ പറയുന്നു ഇല്ല എന്ന് പറയുന്നു അല്ലെ. ഇല്ലാതിരിക്കാൻ കാരണമില്ല. കാര്യം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ സൃഷ്ടി മാറിക്കൂടാ. സൃഷ്ടി എല്ലാം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ശബ്ദം ഇപ്പൊ തന്നെ ആ ദിവസം തന്നെ കാണുമെന്ന് നമ്മൾ ചിന്തിച്ചു. പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ ശബ്ദം കാണുന്നു. പൗലോസ് അപ്പോസ്തലൻ ശബ്ദം അനുസരിച്ചു എന്ന് കാണുന്നു. ഇനിയും ഒരു കാര്യം കൂടെ തെളിവായിട്ട് വായിക്കാം. അപ്പോസ്തലൻ പ്രവൃത്തികൾ 15ാം അധ്യായത്തിന്റെ 19ാമത്തെ വാക്യം മുതൽ 19-20 വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചെത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അടുത്ത വാക്യം, മോശയുടെ ന്യായപ്രമാണം ശബദ തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ. അതന്നെ. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാമോ? ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളാവുന്നവർ എന്തൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്നൊരു തർക്കമുണ്ടായി. തർക്കത്തെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് അപ്പോസ്തലന്മാരെല്ലാരും കൂടി വന്നു. അവസാനം യാക്കോബ് പറയാ, എന്റെ വാക്ക് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പറയാണ്, നാം എടുത്തിരിക്കുന്ന ഈ തീരുമാനം ജാതികളെ എഴുതി അറിയിക്കണം. എന്നിട്ട് അവര് അവിടെ പറയുകയാണ്, ഇത് വായിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടുള്ള ആ സന്ദേശം? ജാതികൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലെ. ആരാ അറിയേണ്ടത്? ഇത് ജാതികളാണ് അറിയേണ്ടത് അല്ലെ. ജാതികൾ അറിയേണ്ട സന്ദേശം എഴുതി അറിയിക്കുമ്പം ജാതികൾ കൂടി വരുന്നിടത്ത് വേണമല്ലോ ഇത് വായിച്ചു കേൾപ്പിക്കാൻ. എപ്പോഴാ വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് ശബദ തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ. അപ്പൊ അവർക്കുള്ള സന്ദേശമാണെന്ന് ശബ്ദ തോറും. അപ്പൊ ജാതികൾ എപ്പം വന്നിരിക്കണം? ജാതികൾ ശബ്ദത്തിൽ ആരാധിക്കാൻ വന്നതുകൊണ്ടായിരിക്കണമല്ലോ അവിടെ വായിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ തിരിച്ച് 13ാം അധ്യായത്തിലേക്ക് പോകുന്നില്ല. എപ്പിസോഡിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ചു അല്ലേ. ഇസ്രായേൽ പുരുഷന്മാരും ജാതികളുമായിട്ട് ഒരേ കേൾക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആരൊക്കെ ഉണ്ട്? 2 കൂട്ടർ. ഇവിടെ നാം കാണുന്നത് എന്താണ്? ഈ അപ്പോസ്തലന്മാരുടെ തീരുമാനം എന്താണെന്ന് ജാതികൾക്ക് എഴുതി അറിയിക്കാന്ന് പറഞ്ഞിട്ട് എഴുത്തെഴുതാണ്. എന്നിട്ട് പറയുന്നു, ഇത് ശബദത്തോറും വായിക്കുന്നവരുണ്ടല്ലോ അവർ കേട്ടോളും. തെളിവെന്താണ്? ജാതികൾ ശബദിൽ ആരാധനയ്ക്ക് കൂടി വന്നിരുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവെന്ന് പറയുന്നത്. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം. സാറ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാൻ കാരണം എന്നാന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ഭ്രാന്ത് പിടിച്ചവനായിട്ട് എന്ത് ചെയ്യാണ്? ക്രിസ്ത്യാനികളെ വലിച്ചടിച്ചുകൊണ്ട് പോവുക, ഉപദ്രവിക്കാൻ പോവുക. ആ പത്രമൊക്കെ കിട്ടി അതുകൊണ്ട് പോവുകയാണ് അല്ലേ.
26-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ എല്ലാ പള്ളികളിലും എന്ന് പറഞ്ഞാല് പള്ളി എന്നുള്ളതിന് എന്തോ സിനഗോഗ്. സിനഗോഗിൽ എപ്പോഴായിരുന്നു ആരാധന? ശനിയാഴ്ച അല്ലേ? ശബദില ഞായറാഴ്ചയായിരുന്നു അല്ല. അപ്പോഴ് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ നോക്കി പോകുന്നു സിനഗോഗുകളിൽ, പള്ളികളിൽ. അപ്പം ജാതികളെ ഇപ്പം ആരാധനയ്ക്ക് വന്നിരുന്നു, ശബദിൽ ആരാധിച്ചു. പുതിയ നിയമത്തിൽ ശബ്ദമുണ്ടോ? ഉണ്ട്. കർത്താവിലുണ്ട്, പൗലോസ് അപ്പോസ്തലനിലുണ്ട്. സിനഗോഗുകളിൽ അവര് വന്നിരുന്നു ശബ്ദത്തോറും എന്ന് പല ഭാഗങ്ങളിൽ കിടക്കുമ്പോഴേ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കേട്ടു. അത് പുതിയ നിയമത്തിൽ ശബ്ദമില്ല. ഇത് ഇവിടെ ലൈറ്റ് ഉണ്ടല്ലേ, ഈ ലൈറ്റ് ഇത്രയും ഉള്ളപ്പോഴും നമുക്ക് അന്ധത വരുന്ന നിലയിൽ എന്തോ ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ലൈറ്റ് അങ്ങനെ ഇരുന്നോട്ടെ, കണ്ണടച്ചാൽ മതി. നമുക്ക് സ്വയമായിട്ട് ഇരുള് സൃഷ്ടിക്കാം. അതാ ചെയ്യുന്ന കാര്യം. ഇതിനകത്ത് കിടപ്പുണ്ടോ? ഉണ്ട്. അതന്നെ. അവര് കണ്ണു തുറന്നാൽ മതി, കാണാൻ സാധിക്കും. കൊടുത്തിട്ട് 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി നിന്നപ്പോൾ. അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ നിഗമനം എന്താണ്? തിരുവത്താഴമെന്നാണ്. തിരുവത്താഴത്തിന് മാത്രമാണോ? അല്ല. ഓക്കെ. ആഹാരം കഴിക്കുന്നതിനും എന്ത് പറഞ്ഞിരുന്നു? അപ്പം നുറുക്കുക എന്ന് പറഞ്ഞിരുന്നു. ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് വേണം അല്ലെ? ഞാന് വേദപുസ്തകം നമ്മൾ എടുത്തു വായിക്കണ്ട, അല്ലാതെ ഒരു കാര്യം പറയാം. കർത്താവായ യേശു ക്രിസ്തു 2 പേരെ കണ്ടുമുട്ടി, എമ്മാവുസിലേക്ക് പോകുന്ന 2 പേരെ അല്ലേ? പറയുമ്പോ അറിയാമല്ലോ, അതുകൊണ്ട് എടുത്ത് വായിക്കണ്ട. 2 പേരെ കൊടുക്കുക. അപ്പം കർത്താവ് മുന്നോട്ട് പോകുന്നതായിട്ട് ഭാവിച്ചു. അവര് പറഞ്ഞു സന്ധ്യയാകുന്നല്ലോ, രാപാർത്തുവാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നു. അവര് എന്തെടുത്തു? ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർ കൊടുത്തു. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അല്ലേ? അപ്പം ആഹാരം കഴിക്കുന്നതിനും അപ്പം നുറുക്കുക എന്ന് പറയും അല്ലേ? ഇനി മറ്റൊരു ഭാഗം നമുക്ക് വേദപുസ്തകത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും അവിടെ പറയുന്നത്, ഈ കർത്താവിന്റെയിലേക്ക് ബാലകന്റെ അപ്പം കൊടുത്തപ്പോൾ അവിടുന്ന് അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർ ശിഷ്യന്മാരുടെ പക്കൽ ശിഷ്യന്മാർ ജനത്തിന് കൊടുത്തു. അവിടെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കുന്നുണ്ട്. അപ്പൊ അപ്പം നുറുക്കാന്ന് പറഞ്ഞാൽ തിരുവത്താഴം അർത്ഥം ആയിക്കോണമെന്ന് ഇല്ല. ഇനി നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ 27-ാമത്തെ അധ്യായത്തിന്റെ 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. പുസ്തക പ്രവൃത്തികൾ 27-ാം അധ്യായം. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. ഇതിന്റെ പശ്ചാത്തലം എന്തുവാ? അവർ കപ്പൽ യാത്ര കപ്പൽ ഛേദത്തിൽ കൊണ്ടുപോയി. അവിടെ 14 ദിവസം അവരൊന്നും സൂര്യനെ പോലും കാണാതെ വലിയ പ്രയാസം അല്ലേ? അപ്പം അത് കഴിഞ്ഞ ഉടനെ പൗലോസ് പറയുന്ന കാര്യമാണ്. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിപ്പാൻ അപേക്ഷിച്ചു. നിങ്ങൾ ഒന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസം ആകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആഹാരം അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല നിശ്ചയമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക, ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. തിരുവത്താഴമല്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തികളില് 20-ാം അധ്യായത്തിലേക്ക് ഒന്ന് മടങ്ങി പോകാം. മടങ്ങി പോയിട്ട് അവിടെ എന്തോ കാര്യം സംഭവിച്ചതെന്ന് നോക്കാം. 7 മുതൽ വായിക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം അടുത്ത വാക്ക് വായിക്കും പറയാം. അതെ. പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. എന്തുകൊണ്ട്? പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. തിരുവനന്തപുരത്തിനാണോ? അല്ല. വായിച്ചോ. അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. എപ്പോഴാ കൂടി വന്നപ്പം? രാത്രിയില്ല. ഇങ്ങോട്ട് വായിച്ചു. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. ആരാധന എപ്പോഴാണെന്നറിയാം? ആരാധന സാറിന് രാത്രിയിലല്ല. വേദപുസ്തകത്തിൽ ഉടനീളം
ഉൽപ്പത്തി പോലെ ഇങ്ങോട്ട് നോക്കിയാല് ഏർലി ഇൻ ദ മോർണിംഗ് കാണുന്നത് അല്ലേ? രാവിലെയാണ് ആരാധന. ഇന്നും അങ്ങനെ അന്നും അങ്ങനെ. പക്ഷെ ഇത് രാത്രിയില്ല. കൂടി വന്ന് എന്തിനാ? പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. അപ്പൊ യാത്രയപ്പിന്റെ ഒരു ലക്ഷണം അവിടെ രാത്രിയിൽ യാത്രയാക്കാൻ പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അല്ലേ? വായിച്ചോളൂ. അവിടെ യൂത്തിക്കോസ് എന്ന പേരുള്ള ഒരു യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്നു ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കാൻ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് സൂക്ഷിച്ചോണം. ആര് കയറി ചെന്നു? പൗലോസ് താഴെ ഇറങ്ങി വന്നു. അവന്റെ പ്രാണനിൽ അവര് തന്നെയുണ്ട്, പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പിന്നെയും കയറി ചെന്നു. അപ്പം മുറുക്കി തിന്നു. പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അപ്പം നുറുക്കി ആർക്കെങ്കിലും കൊടുത്തു? ഇല്ല. അപ്പം തിരുവത്താഴം കഴിക്കുന്ന ശുശ്രൂഷയാണെങ്കിൽ ശുശ്രൂഷകൻ എന്ത് ചെയ്യുന്നു? അപ്പം നുറുക്കി കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തു അപ്പം നുറുക്കി കൊടുത്തു. ശിഷ്യന്മാർ കൊടുത്തു. പൗലോസ് അതിനെപ്പറ്റി പറയുന്നത് എവിടെയാണ്? 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നു, അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ അത്രയും നേരം വായിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. അപ്പം തിന്നു, ആർക്കും കൊടുത്തില്ല. പൗലോസ് അപ്പം എടുത്ത് വാഴ്ത്തിയോ? ഇല്ല. പ്രാർത്ഥനയില്ല. ഇല്ല. അല്ലേ? പിന്നെ ഒരു കാര്യം കൊണ്ട് നോക്കാം. അവിടെ വീഞ്ഞുണ്ടോ? അവിടെ വീഞ്ഞിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ വീഞ്ഞില്ലാതെ എന്തോ തിരുവത്താഴം തിരുവത്താഴം അല്ല അല്ലേ? കാലുകഴുകലുണ്ടോ? കാലുകഴുകും കൂടെ കാണുന്നില്ല. ഇന്നല്ല കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞു? നിങ്ങൾ തിരുവത്താഴം കഴിക്കുന്നുണ്ട്. ഗുരുവും ദൈവവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകളെ കഴുകേണ്ടതാകുന്നു എന്നുണ്ടോ? ഇതവിടെ ഇല്ല. ഇവിടെയും ഇല്ല. തിരുവത്താഴത്തിനുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തിരുവത്താഴം അല്ല. അപ്പൊ അപ്പം വാഴ്ത്തുന്നില്ല, അവിടെ വീഞ്ഞു കാണുന്നില്ല. ഇത് അപ്പം നുറുക്കി ജനങ്ങൾക്ക് കൊടുക്കുകയല്ല, പൗലോസ് തന്നെ തിന്നുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരുവത്താഴം അല്ല. തിരുവത്താഴത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. അല്ലെന്നുള്ള കാര്യം ഇപ്പം വേറൊരു വസ്തു കൊണ്ട് പിന്നെ വീണ്ടും തെളിയിക്കാൻ പോവാം. 20-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ അധ്യായത്തിലാണോ? അപ്പോസ്തല പ്രവൃത്തി 20-ആണോ? അതിന്റെ 36 മുതൽ 38 വരെ അവിടെ വായിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി. അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവരെ ചുംബിച്ച് കപ്പലോളം അവരോടുകൂടെ വന്ന് അവരെ യാത്രയച്ചു. ഈ യാത്രയപ്പിനെ എന്താണെന്നറിയാമോ? വേറൊരു കാര്യമുണ്ട്. ഈ വീട് പണിയാനായിട്ട് പോയി ഒരാള്. അയാൾ എന്തോ ചെയ്യുന്നറിയാമോ? ആദ്യം മേൽക്കൂരയൊക്കെ ഉണ്ടാക്കി, പിന്നെ മേൽക്കൂര താങ്ങി നിർത്താൻ ഭിത്തി ഉണ്ടാക്കി, അടിസ്ഥാനം ഉണ്ടാക്കി, അത് ഒലിക്കുക. മനസ്സിലായോ സാറേ? ആദ്യം മേൽക്കൂര ഉണ്ടാക്കി, ഇതിനെ താങ്ങി നിർത്താൻ ഭിത്തിയും വേണം, അടിസ്ഥാനം, പിന്നെ അത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അയ്യോ ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ് തിയോളജി ഉണ്ടാക്കുക? എന്തിനാണ്? ആദ്യം ഞായറാഴ്ച വിശുദ്ധമാണ്, ആരാധന ദിവസമാണെന്ന് സ്ഥാപിച്ചിട്ട് ഇതിനെ പിന്നെ താങ്ങി നിർത്താനായിട്ട് ഇങ്ങനെ പിറക്കം പായാണ് അല്ലേ? അത് തന്നെ. അതുകൊണ്ട് അവിടെ കാണുന്നത് തിരുവത്താഴ ശുശ്രൂഷ അല്ല, അതിന് ഉതകുന്നതുമില്ല അല്ലേ? ഇനി 1 കൊരിന്ത്യർ 16-ന്റെ 1-2 വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 16-ാം അധ്യായം 1-2 വാക്കുകൾ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും എന്ന് പറയുമ്പോ അപ്പോഴത്തേക്ക് എന്നാണെന്നറിയാം, ഫൗണ്ടേഷൻ നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് പള്ളി കൊണ്ട് വെച്ച് തന്റെ പകൽ വെച്ചുകൊള്ളണം. തന്റെ പക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്റെ സ്വന്തം വീട്ടില്. പള്ളിയിലുണ്ടോ? പള്ളിയിലില്ല. പിന്നെ ഇതുകൊണ്ട് എന്തുവാ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജനത്തെ എന്താണ്
കളിപ്പിക്കുക, അതെ, ഭോഷത്തരം പറയുക, കള്ളത്തരം പറയുക. ഇങ്ങനെ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഇത് വിശുദ്ധ ദിവസമാണെന്നും ആരാധന ദിവസമാണെന്നും സ്ഥാപിക്കാൻ തക്കവണ്ണം അടിസ്ഥാനം അന്വേഷിക്കുന്നവര് കണ്ടുപിടിച്ച് ജനത്തോട് കള്ളം പറയുന്നതാണ്. ജനമേ, ഇത് നിങ്ങൾ വിശ്വസിക്കരുതേ, ജനം വിശ്വസിക്കരുത്, ഇത് കള്ളന്മാരുടെ കൂട്ടമാണ്. ഇത് ഉൽപ്പത്തിയില് തുടങ്ങിയ പരിപാടിയാണ്. ആദ്യ സാറ് 1-ാം എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ആദമനോട് ദൈവം പറഞ്ഞു തിരുനാൾ നിങ്ങൾ ഭരിക്കും, എന്നാൽ സാത്താൻ പറഞ്ഞു നിങ്ങൾ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം പറയുന്നതിന്റെ നേരെ വിപരീതമായ ഉപദേശം ഇന്ന് ലോകത്തിൽ നടക്കുന്നു. അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം നിങ്ങളോട് വല്ല വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്തിനാ ഈ ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നതിനൊരു കാര്യമുണ്ട്. ഈ ചോദിച്ചിത് സംശയം ഉണ്ടാക്കുക, ഇവിടെ കൊണ്ട് പറയപ്പിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് ഒരു തിരി കൊടുക്കുക, തിരിച്ചു വെക്കുക. ആരുടെ പദ്ധതിയായത്? ഇത് പിശാചിന്റെ പദ്ധതി, ശത്രുവിന്റെ പദ്ധതിയാണ്. ജനമേ, ഇത് വിശ്വസിക്കരുതേ. ഈ സത്യവേദോത്സവത്തിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആരാധനയ്ക്കായിട്ട് ദൈവം സൃഷ്ടിച്ചത്. ഏതാണ്? ഉൽപ്പത്തിയിൽ സൃഷ്ടിച്ച ശബദം. അല്ലാതെ വേറൊന്നുമില്ല. ശബദം ഇല്ലെന്ന് പറഞ്ഞാല് ഇല്ലാതാകത്തില്ല. ഉണ്ടാക്കിയ കാര്യം ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു കാര്യം കൂടെ വായിക്കാം. എന്താണെന്നറിയാമോ? ഇത് എന്താ നമ്മൾ നോക്കിപ്പോന്നെ? വിശുദ്ധ ഞായറാഴ്ച വിശുദ്ധ, ശനിയാഴ്ച മാറിപ്പോയി, ശബദം മാറിപ്പോയി. പിന്നെ എന്താ വന്നു? ഞായറാഴ്ച വിശുദ്ധ ദിവസം, ആരാധന ദിവസമാണെന്ന് സ്ഥാപിക്കാൻ തക്കണം അടിസ്ഥാനം അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ്. അല്ലേ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതല് വായിച്ചോളൂ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഇത് എന്താണെന്നറിയാമോ? ലോകമെമ്പാടും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതും ഇപ്പോഴും പ്രസംഗിക്കുന്നതും ഇനി ലോകം അവസാനിക്കുന്നവരെ പ്രസംഗിക്കാൻ പോകുന്നതുമായ ഒരു വാക്യമാണിത്. കൊലോസ്യർ 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച്. എന്തോ ക്രൂശിൽ തറച്ചു? കൈയെഴുത്ത് ക്രൂശിൽ തറച്ചു. നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പിന്നെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ 10 കൽപ്പനയിലാണല്ലോ വിശുദ്ധ ശബദം അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവം സ്വന്തം വിരലുകൊണ്ട് എഴുതി തന്ന കൽപ്പനയാണല്ലോ. അതൊരു വിദ്വാൻ എന്താ പറഞ്ഞെന്നറിയാം? ദൈവം കൈകൊണ്ട് എഴുതിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? 10 കൽപ്പന തന്റെ സ്വന്തം വിരലുകൊണ്ട് എഴുതി എന്ന് പറയുന്നു. അപ്പം കൈയെഴുത്തെന്ന് പറയുമ്പോ എന്താണ്? 10 കൽപ്പനയാണെന്ന് വായിച്ചു. അപ്പം സാറ് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് ഇത് ദൈവം സ്വന്തം വിരലുകൊണ്ട് എഴുതിയ കൽപ്പനയാണ്. അതുകൊണ്ട് ആ കൈയെഴുത്ത് ദൈവം അങ്ങ് മായ്ച്ചു കളഞ്ഞു. ദൈവം എഴുതിയ ദൈവം മായ്ച്ചു കളഞ്ഞു. അയ്യോ, ഇത് തെറ്റായി പോയി. അതുകൊണ്ട് നമ്മൾ ശബദം അനുസരിക്കേണ്ട എന്നാ പറയുന്നത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബദ് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ശബദ് എന്തായിരുന്നു? വരുവാനിരുന്നവയുടെ നിഴലാണ്. വരുവാനിരുന്നവയുടെ നിഴലാണ് ശബദ്. അതെ, ശബദ് നിഴലാണ്. നിഴലായിട്ടുള്ളത് അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, നിഴൽ മാറിപ്പോയല്ലോ. നിഴലാതെല്ലാം മാറിപ്പോയി. കാരണം നിഴൽ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്ന സമയത്ത് വരെ ഉണ്ടായിരുന്ന ആചാരങ്ങളാണ് നിഴലായിട്ടുള്ള കാര്യം. അത് നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. അനുസരിക്കേണ്ട കാര്യമില്ല. ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ശബദ നിഴലാണ്. ഞാൻ അതല്ലേ പറയുന്നത്. അതെ, നമ്മളിപ്പോ പള്ളിയിപ്പോ മാടിനെ കൊണ്ടുപോകുന്നു. ഇല്ല, ഒരാൾ പറഞ്ഞു, എടാ നീ ശബദം അനുസരിക്കുന്നെങ്കിൽ ഈ ആടിനെ കൂടെ കൊണ്ടുപോകുന്ന പറയുന്നത് വിവരമില്ലാത്തതുകൊണ്ടാണ്. സാരമില്ല, അങ്ങനെ ഒരു സമൂഹം ഉണ്ടല്ലോ ഏതായാലും, അല്ലേ? ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഏറ്റവും ഏതിനെ പറ്റിയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സമ്പാദിക്കുന്നത്? എന്തുവാണ്? കൈയെഴുത്തെന്നുള്ളതാണ് ഇവിടുത്തെ. കൈയെഴുത്ത് മായിച്ചു. കൈയെഴുത്ത് എന്ന് പറയുന്നതിന് മുൻപേ 2 വാക്കുകളുണ്ട്. എന്താന്ന് നോക്കിക്കേ. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. കൈയെഴുത്ത് എന്തുവാണ്? വിരോധവും പ്രതികൂലവും. അപ്പൊ 10 കൽപ്പനയാണെങ്കിൽ അത് നമുക്ക് വിരോധവും പ്രതികൂലമാണ്.
സാരെന്തേലും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ 10 കൽപ്പന നമുക്ക് വിരോധവും പ്രതികൂലവും ആയിരുന്നോ എന്നുള്ളതാണ് എന്ന് പരിശോധിക്കണം. നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തം എന്താ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ കൈയെഴുത്ത് എന്ന് പറയുന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്ന 2 വാക്കുകൾ ഇതിന് മുമ്പുണ്ട്. നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ദൈവം തന്റെ മക്കൾക്ക് പ്രതികൂലവും വിരോധമായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും കാലത്ത് തന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മകൻ അപ്പം ചോദിച്ചാൽ അവന് തല്ലു കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അവന് വാപ്പനെ കൊടുക്കുമോ? എന്നാൽ ദൈവം അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അപ്പൊ ദൈവം ദോഷമായിട്ടുള്ളതൊന്നും നമുക്ക് തരത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയെടുത്ത് നമുക്ക് പ്രതികൂലം ആയിരുന്നില്ലേ? അത് കൈയെഴുത്ത്. അപ്പൊ കൈയെഴുത്ത് 10 കൽപ്പനയാണെങ്കിലോ? കൈയെഴുത്ത് 10 കൽപ്പനയാണെങ്കിൽ അത് വിരോധവും പ്രതികൂലമാണെന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ എന്റെ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. പ്രതികൂലമായി അത് വിരോധമായി. വിരോധം പ്രതികൂലമാണോ? അല്ലല്ലോ. അല്ല. അതുകൊണ്ട് അതല്ല. ഇനി നമുക്ക് സമയം ചുരുക്കമായതുകൊണ്ട് ഇതിന്റെ കാര്യത്തിലേക്ക് വരാം. അല്ലെങ്കിൽ ഓരോ കൽപ്പന പരിശോധിച്ചാലും അതിനകത്ത് വിരോധവും പ്രതികൂലമായിട്ട് ഒന്നുമില്ല. ശബ്ദം മാത്രമാണല്ലോ. ശബ്ദ വിരോധം പ്രതികൂലമാണെന്നാ നാട്ടുകാർ പറയുന്നത്. പത്രോസ് എന്ത് പറയുന്നു? പത്രോസ് പറയുന്നത് അവൻ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. എന്തോ കൽപ്പന ചുമന്നുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. ഏன்னா വേദപുസ്തകം എഴുതിയിരിക്കുന്നത് വായിക്കാതെ മനസ്സിലാക്കുക. നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയെഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ രേഖയാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചപ്പോഴ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അല്ലാതെ 10 കൽപ്പനയുമല്ല, ഒരു പ്രമാണവുമല്ല. ഇനി സമയം ചുരുക്കമായതുകൊണ്ട് അതിന്റെ അവസാനത്തിൽ എന്ന് പറയുന്നു നിഴൽ എത്ര എന്ന് പറയുന്നത്. അതിനകത്തൊന്നും ഒരു കാര്യം എടുക്കാം, നമ്മുടെ വിഷയമായതുകൊണ്ട്. അപ്പൊ ശബ്ദം നിഴലാണെന്നാണ് ഇന്ന് ആളുകൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നിഴലാണോ അല്ലയോ നമ്മൾ സ്ഥാപിക്കണം. ഞാൻ പറയുന്നത് ശബ്ദ നിഴലല്ല. എങ്ങനെ സ്ഥാപിക്കാം? സാറ് ഇവിടെ നോക്കാം. ഇത് പാപത്തിന്റെ ഉത്ഭവം എന്നിരിക്കട്ടെ കേട്ടോ. ഇവിടെ പാപത്തിന് മുൻപ്, ഇവിടെ പാപത്തിന് ശേഷം. എപ്പോഴാണ് നിഴൽ ഉദിക്കുന്നത്? പാപത്തിന് മുൻപോ പിൻപോ? പാപത്തിന് ശേഷം. പാപത്തിന് മുൻപ് നിഴലിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ പാപം ഉത്ഭവിച്ചതിന് ശേഷമാണ് നിഴലായിട്ടുള്ള ശുശ്രൂഷകളുടെ ആവശ്യം വന്നത്. യാഗം. അതെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശോടുകൂടി നീങ്ങിപ്പോകേണ്ടിയിരുന്ന ഒരു കൂട്ടം ശുശ്രൂഷകൾ, നിഴലായിട്ടുള്ള ശുശ്രൂഷകൾ ഉത്ഭവിച്ചത് മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമാണ്. അപ്പൊ പാപത്തിന് മുമ്പ് നിഴലില്ല. അങ്ങനെയാണെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശബ്ദം പാപത്തിന് മുമ്പാണല്ലോ. അത് പിന്നെ എങ്ങനെയാ നിഴലാകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, പറഞ്ഞോളൂ. ശരിയായ ഉത്തരമാണ്. കാരണം ഈ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയാകുന്ന വിശുദ്ധ ദിവസത്തെ ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്തത് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ആഴ്ചവട്ടത്തിലാണ്. അന്ന് നിഴലില്ല. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം എന്തല്ല? ആഴ്ചവട്ടത്തിൽ 7-ാം ദിവസമായ ശബ്ദം നിഴലല്ല. അങ്ങനെയാണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിഴലായിട്ടുള്ള ശബ്ദം ഏതാണെന്നാണ്. അത് കുറേയേറെ സമയമെടുക്കും ഇത് പറയണമെന്നില്ല. ഇനിയും ഒരു കാര്യം ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടതല്ലെങ്കിലും പറയാം. ശബ്ദം എന്ന് പറയുമ്പോൾ ഒരു ശബ്ദം ഉണ്ടായിരുന്നുള്ളൂ? അല്ല. പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു? വാർഷിക ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ആണ്ടിലൊരിക്കൽ വന്നിരുന്ന ശബ്ദങ്ങളുണ്ട് അല്ലേ? അത് കാൽവരി മാറിപ്പോയി അല്ലേ? ഉദാഹരണം പറയാമോ? ഉദാഹരണം ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നു എന്താണ്? പാപപരിഹാര ദിവസം അല്ലേ? എന്താണ്? 7-ാം മാസം 10-ാം തീയതി. 7-ാം മാസം 10-ാം തീയതി അന്നെന്തൊക്കെ ചെറിയ യാഗം ഉണ്ടായിരുന്നു. പാപപരിഹാര യാഗം. ഇപ്പൊ യാഗം ഉണ്ടോ? ഇല്ല. നിന്നുപോയോ? അതിനെ എന്ത് പറയുന്നു? നിങ്ങൾക്ക് 7-ാം മാസം 10-ാം തീയതി 7-ാം മാസം 10-ാം തീയതി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും അല്ലേ? അപ്പോഴത് നിഴലായിരുന്നു. ഇപ്പൊ ചെയ്യുന്നില്ല ആരും, നമ്മളും ചെയ്യുന്നില്ല അല്ലേ? മാറിപ്പോയോ? നിന്നുപോയോ? അപ്പൊ അവിടെ നമ്മള് ലേവ്യ പുസ്തകം അതിനെ വിശേഷം 7-ാം മാസം 10-ാം തീയതി എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? അത് പല ദിവസങ്ങൾ മാറി വരും.
അപ്പൊ അവിടെ ദിവസത്തിനല്ല പ്രാധാന്യം, തീയതിക്കാണ് പ്രാധാന്യം. സമ്മതിച്ചോ? അതെ. അവിടെ ദിവസത്തിനല്ല പ്രാധാന്യം, തീയതിക്കാണ് അല്ലേ? അവിടെ അതിനെ എന്തുകൊണ്ട് പറയുന്നു? അത് ശബത്തെന്ന് വാക്ക് എടുത്ത് പറയുന്നുണ്ട് 7-ാം മാസം 10-ാം തീയതി. അപ്പം ഒന്നിൽ കൂടുതൽ ശബദങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ശബ്ദം എന്ത് പറ്റി? അത് കാൽവരി നിഴലായിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള ശബ്ദങ്ങളാണ് ഇവിടെ നിഴലാണെന്ന് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലെ സാബത്ത് ഡേയ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്ന പദപ്രയോഗത്തിലൂടെ നമുക്ക് ഞായറാഴ്ച ആചാരം സ്ഥാപിക്കാൻ സാധ്യമല്ല. കൊലോസ്യർ 2:16 അടിസ്ഥാനത്തിലും നമുക്ക് ഞായറാഴ്ച ആചാരം സ്ഥാപിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പൊ നാം ഞായറാഴ്ച ആചാരത്തെ സ്ഥാപിക്കാൻ പെടാപ്പാട് പെടുന്ന ഇത്തരം വാക്യങ്ങളൊന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കത്തില്ല ഞായറാഴ്ച ആചാരത്തെ സ്ഥാപിക്കാൻ. അതുകൊണ്ട് വചനം എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതനുസരിക്കുവാനുള്ള ശക്തമായ തീരുമാനം നമുക്കുണ്ടാകണം. ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത ദിവസമാണ്. അത് ലോകത്തിൽ ഒരു മനുഷ്യനും മാറ്റാൻ സാധ്യമല്ല. കാരണം ദൈവം മാറാത്തവനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനവും മാറാത്തതാണ്. നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇന്നലെ പറഞ്ഞതിനെ മാറ്റി പറയുവാൻ നമ്മുടെ ദൈവം മനുഷ്യനല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ദൈവവചനത്തിനനുസരിച്ച് ജീവിപ്പാൻ നല്ല തീരുമാനമെടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ ആമേൻ ഇല്ലാതാക്കുവാൻ പിശാച് മനുഷ്യനിലൂടെ അനേക ദുരുപദേശങ്ങളെ ലോകത്തിൽ പടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ സത്യ ഉപദേശം അനുസരിച്ച് ജീവിച്ച് കർത്താവിന്റെ നല്ല സാക്ഷികളായി അവിടുത്തെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. കഷ്ടതയിലും രോഗങ്ങളിലും ഭാരങ്ങളിലും വേദനകളിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. കേട്ട വചനം അടിയങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ അടിയങ്ങളെല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ തനിമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദയവായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ദീഗന്ധ ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവർ പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഉള്ളതുപോലെ ഗ്രഹിച്ച് നമ്മുടെ നിത്യജീവനം നമ്മളെല്ലാവരും അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക.
സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495555082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.